എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പേർക്ക് നഷ്ടമുള്ളത് മാത്രം കേട്ടിട്ടുണ്ടാവും. അതാണ് ട്രേഡിങ്. എന്താണ് ട്രേഡിംഗ് എന്നുള്ള ഒരു ക്ലാരിറ്റി തരിക, അതായത് ഒരു സീറോ നോളജ് ഉള്ള ഒരാൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി തരിക എന്നുള്ള. സോ ഇത് പറയാൻ ഞാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാനിത് പഠിച്ചിട്ടുണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, ഞാനിത് ചെയ്തിട്ടുണ്ട്, പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. സോ ആസ് എ ഒരു ജെന്യുവിൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ, എൻ്റെ ഒരു എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര റിയൽ ആയിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇതുപോലത്തെ നല്ല വീഡിയോസ് കിട്ടും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താണ് ട്രേഡിംഗ് എന്ന് പറയാം? ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കച്ചവടം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് നമ്മൾ ഈ കാണുന്ന സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ട്രേഡിംഗ്. ഞാൻ അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന് സംസാരിക്കാനുണ്ട്. മേ ബി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻസും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോസിലായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഞാനൊരു ബേസിക് ആയിട്ട് നമ്മൾ ഇതിലേക്ക് കടക്കുന്ന ഒരാൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, അതായത് നമ്മൾ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റ് ജോലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു ജോലിയായിട്ട് പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്, ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു ഓപ്ഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സമയം സ്പെൻഡ് ആവും. അതായത് നല്ല രീതിയിൽ നിങ്ങളെ ഡിജിറ്റലി, അതായത് ലാപ്ടോപ്പിന്റെ മുന്നിലോ ഫോണിന്റെ മുന്നിലായിട്ട് നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഫസ്റ്റ് കാര്യം. അങ്ങനെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പറ്റുള്ളൂ. അതായത് ഇപ്പം ബേസിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്ലാൻസ് ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് സമയമൊന്നും ഡിസ്പ്ലേ മേലെ അല്ലെങ്കിൽ ഒരു ചാർട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് നോക്കി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എൻഗേജ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് മോസ്റ്റ്ലി ഞാനൊരു ടീച്ചിങ് കരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ടീച്ചർ ആവുന്ന സമയത്ത് നമുക്കറിയാലോ, നമ്മൾ നല്ല എൻഗേജിങ് ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ട്രേഡിങ്ങിന്റെ സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും, സ്പെൻഡ് ചെയ്യും. ആ ടൈം നിങ്ങൾക്ക് ഒരു ചടപ്പും ഇല്ലാതെ മാർക്കറ്റുള്ള 9:30 to 3:30 വരെ നിങ്ങൾക്ക് മാർക്കറ്റുള്ള സമയത്ത് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആണ്, നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ പ്രോഫിറ്റ്സ് മാത്രമായിരിക്കാം മോസ്റ്റ്ലി. നിങ്ങൾ മേ ബി കോഴ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാവാം, യൂട്യൂബില് വീഡിയോസ് കാണുന്നവരാവാം. യൂട്യൂബിൽ മേ ബി തംബ്നെയിൽസും ക്യാപ്ഷൻസും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ കയറുകയാണെങ്കിൽ അതിലും ഉണ്ടാവും ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് 1 കോടി രൂപ ഉണ്ടാക്കി, 10 ലക്ഷം ഉണ്ടാക്കി, ഡെയിലി 5000 രൂപ ഉണ്ടാക്കുന്നു, 10,000 രൂപ, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർട്ട് പോലും നോക്കാതെ 500 രൂപ ഉണ്ടാക്കാം. ഇത് കംപ്ലീറ്റ്ലി ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പോസിബിൾ ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ, ഇത് പോസിബിൾ ആവാൻ വേണ്ടി ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് പ്രാക്ടിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടി എക്സ്പെർട്ടൈസ് ആയിട്ടാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലേക്ക് വരെ ചിന്തിക്കാൻ പോലും പറ്റുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ട്രേഡിങ്ങിൽ പോസിബിൾ അല്ല. ഇനി ഞാൻ പറഞ്ഞുതരാം, ട്രേഡിങ് ഇനി ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സ് കൊടുക്കുന്നവരുണ്ട്, പ്രാക്ടിക്കലി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയുന്ന തന്നെ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പിന്നെ ഇതല്ലാതെ നമുക്ക് യൂട്യൂബ് നോക്കി പഠിക്കുന്നവരുണ്ട്. അല്ലാതെ മറ്റ് സോഴ്സിൽ നിന്ന് ബുക്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് അതിന്റെ ബേസിക്സ് പഠിച്ച് അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് ട്രൈ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. ഇതൊക്കെ പല കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം പഠിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് സെൽഫ് ലേണിംഗ് വേണോ, മെന്ററിങ് ടൈപ്പ് വേണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അത് ചൂസ് ചെയ്യാം. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല രീതിയിൽ നഷ്ടം വരാൻ സാധ്യത ഉള്ളതും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു വഴി തന്നെയാണ് ട്രേഡിംഗ്. പക്ഷെ നല്ല പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നഷ്ടം വരും. നിങ്ങളെ ക്യാപിറ്റൽ 1 lakh 2 lakh 50,000 10,000 ആണെങ്കിൽ ഒരൊറ്റ ട്രേഡിൽ നിന്ന് തന്നെ അത് വൈപ്പ് ഔട്ട് ആയി പോകാനുള്ള സാധ്യത വരെ അതിലുണ്ട്. പിന്നെ റിട്ടേൺസിന്റെ പ്രോഫിറ്റിന്റെ കേസ് എടുക്കാം.
പ്രോഫിറ്റ് പല കൈൻഡ് ഓഫ് ട്രേഡിംഗ് ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഓരോരുത്തരുടെ റിക്വയർമെന്റ് കാര്യങ്ങൾക്ക് അനുസരിച്ച് ഞാൻ മേ ബി വീഡിയോ ചെയ്യുന്നതായിരിക്കും. പല കൈൻഡ് ഓഫ് ട്രേഡിംഗ് ഉണ്ട്. ഓപ്ഷൻസ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, സ്റ്റോക്കിലുണ്ട്. ഈ ട്രേഡിങ്ങിന്റെ തന്നെ വേറെ വെർട്ടിക്കലായിട്ട് നമുക്ക് പറയാൻ ഇൻട്രാഡേ ഉണ്ട്, ബൈ ടുഡേ സെൽ ടുമാറോ എന്ന് പറയുന്ന രീതിയിലുണ്ട്, ലോങ് ടേമിലേക്ക് പൊസിഷൻ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം, എക്സ്പയറി ഡേറ്റിലേക്ക് അനുസരിച്ച് ചെയ്യാം, ഓപ്ഷൻ സെല്ലിങ്, ഓപ്ഷൻ ബൈയിങ്, അങ്ങനെ ഒരുപാട് ടേംസ്, ഒരുപാട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രേഡിംഗ് ടൈപ്പുകളുണ്ട്. അപ്പൊ ഈ ട്രേഡിംഗ് ടൈപ്പുകളിലൊക്കെ ഓരോന്ന് വ്യത്യാസമാണ്. ഇപ്പൊ ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സേഫ്, റിസ്ക് ആണ്, സേഫ് തീരെയില്ല, റിസ്ക് കൂടിയതാണ്, പക്ഷെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഇനി ഓപ്ഷൻ സെല്ലിംഗ് എടുത്താൽ കുറച്ചുകൂടി സേഫ് ആണ്, അപ്പൊ പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ 100%, അതായത് 1 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരൊറ്റ ട്രേഡിൽ നിന്ന് 1 lakh പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്. പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് ആദ്യം തന്നെ വളരെ കുറവായിരിക്കും ഉണ്ടാവുക. മേ ബി 1% ഓർ 1% ബിലോ ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അല്ലാതെ നമ്മൾ ചാടിക്കറി ഒരു ട്രേഡ് ചെയ്യുന്നു അങ്ങോട്ട് ഒറ്റടിക്ക് പൈസ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ സത്യം പറയാണ്, നിങ്ങൾ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. നല്ല പഠിക്കണം, 2 ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പുഷ് ചെയ്തിട്ട് നിങ്ങളോടൊക്കെ പറയും എന്ത് അത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും, അതാണ് ബെസ്റ്റ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്തൊക്കെ. പക്ഷെ ഇത് പഠിച്ചു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാവുക, കാരണം ഇതിൽ നടക്കുന്നത് കംപ്ലീറ്റ്ലി ഇമോഷണൽ ഗെയിമാണ്. അതായത് നിങ്ങളെ ഇമോഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇതിന് റവന്യൂ കറക്റ്റ് ആയിരുന്നത്. കാരണം എന്താ പറയുക, അതുകൊണ്ടാണ് 100 സെബിന്റെ ഒക്കെ റിപ്പോർട്ട്സിൽ നിങ്ങൾക്ക് കാണാം 100% ആളേന്ന് 95% ആൾക്കാരും ഇത് ഫെയിൽ ആവുകയാണ്, അതായത് ലോസിലാണെന്ന് സാരം. കാരണം എന്താ, ഇത് ഇമോഷണലി ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, നമ്മളൊരു 10,000 ഇൻവെസ്റ്റ് ചെയ്തു, ഒരു ട്രേഡ് എടുത്തു, അതിന് നമുക്ക് 1000 rupees കിട്ടി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് നേരെ പോകുന്നത് ഒരു ദിവസം എനിക്ക് 1000 കിട്ടി, 10 ദിവസം എടുക്കാൻ 10,000 ആയി, അപ്പൊ ഒരു മാസം കൊണ്ട് എൻ്റെ ഒരു 20,000 അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂലേ. പക്ഷെ നാളെ ചിലപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 1000 ഇന്നലെ കിട്ടിയ 1000 അല്ല, ഒരു 5000 പോയിട്ടുണ്ടാവും, ഇന്നലെ കിട്ടിയതും പോയിട്ടുണ്ടാവും, ഓൾറെഡി ഉള്ള ക്യാപിറ്റലിന്റെ ഒരു 50% അതും പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ മൈൻഡ് സെറ്റ് മൊത്തം മാറി. ഇനി വേറെ മേ ബി ചിലർക്ക് ഗ്രീഡാവാം, ചിലവർക്ക് ഈ റിവെഞ്ച് ആവാം, ഇതെങ്ങനെങ്കിലും എനിക്ക് എടുക്കണം എന്നുള്ള ഓവർ ട്രേഡുകളും കാര്യങ്ങളൊക്കെ വരാം. ഇങ്ങനൊക്കെ ഒരുപാട് പ്രശ്നം, ഇമോഷണലി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നം ട്രേഡിങ്ങിലുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ ട്രേഡിങ്ങിലേക്ക് കിടക്കാൻ. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോയിന്റാണ് ടൈം. അത്രത്തോളം ടൈം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം, പഠിക്കാനും ചെയ്യാനും ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനും നിങ്ങൾക്ക് നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തത്, ഇത് ഇമോഷണലി നല്ല രീതിയിൽ ഗെയിമാണ്, ഇമോഷണൽ ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഇമോഷൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിലും ട്രേഡിങ് ചെയ്യാൻ വേണ്ടി പറ്റുക തന്നെ ഉള്ളൂ. കാരണം ഇമോഷൻ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റും കാര്യങ്ങളും പോകുന്നത്. മൂന്നാമത്തത്, ഡേ ടു ഡേ അപ്ഡേറ്റഡ് ആയിരിക്കണം മാർക്കറ്റിനെ കുറിച്ച്. ഇപ്പൊ ഇൻ കേസ് വേറെ എവിടെയെങ്കിലും ഒരു വാർ നടന്നാൽ പോലും അത് ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ, ഫോറക്സ് ആണെങ്കിലും അവിടെ ഒക്കെ റിഫ്ലക്ട് ചെയ്യും. സോ നിങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റേ അപ്ഡേറ്റഡ് ആയിരിക്കണം. സോ ട്രേഡിംഗ് ചൂസ് ചെയ്യുന്നവരുണ്ടാവും, ട്രേഡിംഗ് പഠിക്കുന്നവരുണ്ടാവും. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ ആ ഒരു അൺനെസസറി ആയിട്ടുള്ള ആരെങ്കിലും വർത്താനം കേട്ടിട്ട് വെറുതെ ജോയിൻ ചെയ്യുന്നതിന് ഉപരി ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് വല്ല വർക്ക്ഷോപ്സോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് മാത്രം ഇതിനെക്കുറിച്ച് ഇതിലേക്ക് ഒരു കരിയർ ആയിട്ടോ പ്രൊഫഷൻ ആയിട്ടോ ബിസിനസ് ആയിട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇതുപോലത്തെ ട്രേഡിംഗ് റിലേറ്റഡ് കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ അതുപോലത്തെ ഈ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക് യു.